Good morning. Okay, everybody facilities and space requirements for laundry and linen. Like, facility, laundry and linen service, facility, and space. Okay, that's all points. Points. Next, we will talk about the importance. Yes. Next heading, okay. Importance of laundry service in hospitals. ഒരു ഹോസ്പിറ്റലില് laundry സർവീസിന്റെ ഇമ്പോർട്ടൻസ് പ്രാധാന്യം എന്താണ്? Importance of laundry service in hospital. Okay. An efficient and effective linen and laundry system can increase the patient experience and reduce the danger of cross contamination. ഒരു efficient ആയിട്ടുള്ള, efficient എന്ന് പറഞ്ഞാൽ എന്താ? കാര്യക്ഷമമായിട്ടുള്ള, effective എന്ന് വെച്ചാൽ ഫലപ്രദമായ, ഒരു ഫലപ്രദവും കാര്യക്ഷമമായിട്ടുള്ള ഒരു ലോണ്ടറി ലിനൻ സർവീസ് അതെന്ത് ചെയ്യുന്നു? പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ്, ആ ഒരു ഹോസ്പിറ്റലിലെ ഒരു അനുഭവം അല്ലെ, അത് ഇൻക്രീസ് ചെയ്യാൻ, വർദ്ധിപ്പിക്കാനും, പിന്നെ എന്താണ്? റെഡ്യൂസ് ദ ഡേഞ്ചർ ഓഫ് ക്രോസ് കണ്ടാമിനേഷൻ. ക്രോസ് കണ്ടാമിനേഷൻ അതിന്റെ ഡേഞ്ചർ, അപകടത്തെ കുറയ്ക്കാനും സാധിക്കുന്നു. അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് ആ സെന്റൻസിൽ. ഫസ്റ്റ് സെന്റൻസ് തന്നെ അണ്ടർലൈൻ ചെയ്തിട്ട് അവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാം. An efficient and effective linen and laundry service can increase the patient experience and reduce the danger of cross contamination. രോഗികളുടെ ആ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് വർദ്ധിപ്പിക്കുകയും ക്രോസ് കണ്ടാമിനേഷന്റെ ആ ഒരു അപകടത്തെ കുറയ്ക്കുകയും ചെയ്യുന്നു. റെഡ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ കുറയ്ക്കുകയും ചെയ്യുന്നു. It is necessary to have a clean and hygienic laundry which would ensure a safe environment for the patients and prevent the spread of infection. നമ്മൾ പറഞ്ഞത് തന്നെയല്ലേ, ഒരു ക്ലീൻ ആയിട്ടുള്ള, ഹൈജീനിക് ആയിട്ടുള്ള, ശുചിത്വപരമായിട്ടുള്ള ഒരു ലോണ്ടറി എന്ന് പറയുന്നത് ഒരു തുണികള് അല്ലെ, അലക്കല്, ഇതൊക്കെ എന്ത് നമുക്ക് ഉറപ്പുവരുത്തുന്നു? സേഫ് എൻവയോൺമെന്റ് അല്ലെ, അതായത് ആ പേഷ്യൻസിന് ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷവും ഒരു പരിസ്ഥിതിയും, അതുപോലെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനുള്ള, അത് പ്രിവെന്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? തടയുക അല്ലെ, ഇൻഫെക്ഷനെ സ്പ്രെഡ് ചെയ്യുന്നത് തടയുകയും ചെയ്യുന്നു. Thus it helping. അതുകൊണ്ട് ഇത് എന്തിനൊക്കെ സഹായിക്കുന്നു? എന്തിനൊക്കെ സഹായിക്കുന്നേ? ഒരു ക്ലീൻ ആൻഡ് ഹൈജീനിക് ലോണ്ടറി preventing transmission of infection. ഇൻഫെക്ഷൻ പകരുന്നത് തടയുന്നു. ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാട്ടോ. Necessary to have a clean and hygienic laundry help in dash. അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ. ക്ലീൻ ആൻഡ് ഹൈജീനിക് ലോണ്ടറി ഹെൽപ്പ് ഇൻ. എന്തിനൊക്കെയാണ് സഹായിക്കുന്നത്? ക്ലീൻ ഹൈജീനിക് ലോണ്ടറി എന്തിനൊക്കെ സഹായിക്കുന്നു? പ്രിവെന്റിംഗ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അല്ലെ, ട്രാൻസ്മിഷൻ പകരുന്നത് തടയുന്നു. പേഷ്യൻസ് കംഫർട്ട് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. പേഷ്യൻസിന് നല്ല കംഫർട്ട് അല്ലേ, നല്ല അലക്കി നല്ല നീറ്റ് ആയിട്ടുള്ള അല്ലെ, ഫ്രീ ആയിട്ടുള്ള, ഇൻഫെക്ഷന്റെ സാധ്യതയൊന്നും ഇല്ലാത്ത ഒരു നല്ലൊരു ക്ലീൻ ഹൈജീനിക് ലോണ്ടറി എന്ന് പറയുന്നത് പേഷ്യൻസിന് കംഫർട്ട് ആണ്. അതുപോലെ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ, നമുക്ക് സംതൃപ്തി ഉണ്ട് അല്ലെ. നമ്മൾ തന്നെ ഒരു അലക്കി തേച്ച് മടക്കിയ ഒരു ഡ്രസ്സ് ഇടുന്നതും മുഷിഞ്ഞത് അല്ലെങ്കിൽ ചുളുങ്ങി കൂടിയത് ഇടുന്നതും തമ്മിൽ വ്യത്യാസമല്ലേ? ഏതാ നമുക്ക് കംഫർട്ട്? നല്ല അലക്കി മടക്കി നല്ല നീറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുന്നത് തന്നെയല്ലേ അല്ലെ നമുക്ക് കംഫർട്ട് ആവുന്നത് അല്ലേ? അപ്പൊ അത് നല്ലൊരു ലോണ്ടറി, ക്ലീൻ ഹൈജീനിക് ലോണ്ടറി എന്ത് ചെയ്യുന്നു? പേഷ്യൻസിന് കംഫർട്ട്, അവർക്ക് സംതൃപ്തിയും സാറ്റിസ്ഫാക്ഷനും നൽകുന്നു. പിന്നെ നോക്കിയേ, എസ്തെറ്റിക് വാല്യൂ എന്താ? സൗന്ദര്യാത്മക മൂല്യം എന്ന് വെച്ചാൽ എന്താ? നല്ല ഭംഗിയല്ലേ കാണാൻ അല്ലെ? ചുക്കി ചുളിഞ്ഞ് മുഷിഞ്ഞ ഡ്രസ്സാണോ നല്ല അലക്കി മടക്കി തേച്ചതാണോ നല്ലത് കാണാൻ? അതാണ് ഒരു എസ്തെറ്റിക് വാല്യൂ എന്ന് പറയുന്നത്. എന്താ? ഒരു സൗന്ദര്യാത്മകത മൂല്യം, എന്താ കാണാനായിട്ടും നല്ല ഭംഗിയാണ്. അടുത്തത് നോക്കിയേ, പോസിറ്റീവ് പബ്ലിക് ഇമേജ്. ഒരു പബ്ലിക് ഇമേജ്, നല്ലൊരു പോസിറ്റീവ് പബ്ലിക് ഇമേജ് കൂട്ടാനും സാധിക്കുന്നു അല്ലെ. നല്ലൊരു നീറ്റ് ക്ലീൻ ഹൈജീനിക് ലോണ്ടറി എന്ന് പറയുന്നത് പബ്ലിക് ഇമേജ്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പബ്ലിക് ഇമേജിനും ഹെൽപ്പ് ചെയ്യുന്നു.
അത് 4 പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കാം. ഇനി അടുത്ത ഹെഡിങ് നോക്കിയേ, പ്ലാനിംഗ് ഫോർ ഹോസ്പിറ്റൽ ലിനൻ ആൻഡ് ലോണ്ടറി സർവീസ് റിലേസ് ഓൺ. എന്തിനെ ആശ്രയിക്കുന്നു? എന്തിനാണ് റിലേ എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡിങ് അപ്പോൺ. പ്ലാനിംഗ് ആൻഡ് ഹോസ്പിറ്റൽ ലിനൻ ആൻഡ് ലോണ്ടറി സർവീസ് റിലേസ് ഓൺ. എന്തിനാ നമ്മള് സ്വാധീനിക്കുന്ന? സൈസ് ഓഫ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ വലിപ്പം അല്ലെ, സൈസ് അനുസരിച്ച് അതിനനുസരിച്ച് ലോണ്ടറി ലിനൻ സർവീസ് ആസൂത്രണം ചെയ്യുന്ന വ്യത്യാസമായിരിക്കും. ചെറിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ കുറച്ച് തുണികളെ കാര്യങ്ങളോ ഉണ്ടാവുള്ളൂ, അതിനനുസരിച്ച് മതി. എന്നാൽ വലിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്യണ്ടേ അല്ലെ, കുറച്ചും കൂടി വലിപ്പം കൂട്ടേണ്ട വരും. എന്നുവെച്ചാൽ ഒരുപാട് തുണിത്തരങ്ങളുണ്ട്, അപ്പൊ അത് മുഴുവൻ വാഷ് ചെയ്യണം, അതിൻ്റെതായ ഫെസിലിറ്റി കാര്യം മെഷീൻസും ഒക്കെ കൂടുതൽ എണ്ണം വേണം. അതിനെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിന്റെ വലിപ്പവും കൂട്ടണം അല്ലേ. അതാ ഒന്നാമത്തെ. ഒരു ലിനൻ ലോണ്ടറി സർവീസ് എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നത്? ഹോസ്പിറ്റലിന്റെ സൈസ് അനുസരിച്ച്, ദെൻ കൈൻഡ് ഓഫ് ദ ഹോസ്പിറ്റൽ. നോക്കിയേ, നിങ്ങളുടെ ടെക്സ്റ്റിൽ അങ്ങനെ തന്നെയാണോ നോക്കിയേ? കൈൻഡ് എന്നാണോ? ഹോസ്പിറ്റലിന്റെ തരം അനുസരിച്ച്, ഏത് തരം ഹോസ്പിറ്റലാണ് അതിനനുസരിച്ച്. KIND എന്നാട്ടോ സെക്കൻഡ് പോയിന്റ്. കിങ് എന്നാണോ നിങ്ങളുടെ കിടക്കുന്നത്? അത് കൈൻഡ് എന്നാക്കുക കേട്ടോ. തരം അനുസരിച്ച്, കൈൻഡ് ഓഫ് ഹോസ്പിറ്റൽ, കൈൻഡ് ഓഫ് ദ ഹോസ്പിറ്റൽ, KIND എന്നാക്കുക. ഇവിടെ ഞാൻ വെച്ചിട്ടില്ലേ രണ്ടാമത്തെ പോയിന്റില്, അത് KIND എന്നാക്കുക കേട്ടോ. കൈൻഡ് ഓഫ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ തരം അനുസരിച്ച്. ദെൻ അടുത്ത് നോക്കി, അവൈലബിലിറ്റി ഓഫ് ലിനൻ ആൻഡ് ലോണ്ടറി സർവീസ് ഇൻ അഡ്ജോയിനിങ് ഏരിയ. തൊട്ടടുത്തുള്ള അഡ്ജോയിനിങ് എന്ന് വെച്ചാൽ സമീപ പ്രദേശങ്ങളില് ലോണ്ടറി ലിനൻ സർവീസിന്റെ അവൈലബിലിറ്റി. അത് ഇപ്പൊ നമ്മുടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. ഔട്ട്സോഴ്സ് പുറമെ നമുക്കിങ്ങനെ ലോണ്ടറി ലിനനൊക്കെ കഴുകിയിട്ട് തരുന്ന അങ്ങനെയുള്ള ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അതിന്റെ ലഭ്യതയും ആശ്രയിച്ചിരിക്കും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് വലിയ രീതിയിൽ വേണ്ട, നമുക്ക് കുറഞ്ഞ പൈസക്ക് തന്നെ പുറത്ത് കൊടുത്ത് ചെയ്യിക്കാം അല്ലേ. നിങ്ങളും ചെയ്യാറില്ലേ? നമ്മളിപ്പോ തുണിയൊക്കെ ആണെങ്കിലും അയൺ ചെയ്യാൻ നമ്മുടെ അടുത്ത് തന്നെ അങ്ങനെ ഒരു ഫെസിലിറ്റി, അയൺ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ഡ്രസ്സൊക്കെ സ്വാഭാവികമായിട്ട് അവിടെ കൊടുത്ത് അയൺ ചെയ്യിപ്പിക്കും അല്ലേ. ഒത്തിരി ദൂരെയൊക്കെയാണ് നമുക്ക് അങ്ങനെയുള്ളത് എടുത്തില്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്യും. ഇത് അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞേക്കണേ, നമ്മുടെ സമീപ പ്രദേശങ്ങളില് ലിനൻ ലോണ്ടറി സർവീസിന്റെ ലഭ്യത അവൈലബിൾ ആണോ എന്നുള്ളത്. വെതർ കണ്ടീഷൻ, അടുത്ത നോക്കിയ കാലാവസ്ഥയെ ബാധിക്കും. ഇതൊക്കെ തുണിയൊക്കെ ഉണങ്ങി നല്ല നീറ്റായിട്ടൊക്കെ ഉണങ്ങാനൊക്കെ ആയിട്ട് വെതർ നോക്കും. ടൈപ്പ് ഓഫ് ക്ലെൻജിനൽ. ക്ലെൻജിനൽ എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയാ ഒരു തരം, അതായത് ഉപഭോക്താക്കളുടെ അല്ലെങ്കിൽ ഇടപാടുകാര്. ക്ലയന്റൽ, ഉപഭോക്താക്കളുടെ തരം, ഏത് ടൈപ്പ് ഉള്ള ആളുകളാണ് ഇടപാടുകാര്, അതിന്റെ ആ ഒരു തരം അനുസരിച്ച്. ഇതെല്ലാം നമ്മള് ലിനൻ ലോണ്ടറി സർവീസ് ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതും ഇതുപോലെ പോയിന്റ്സ് മാത്രം ഒന്ന് നോക്കി വെച്ചേക്കാം. ഇനി അടുത്ത് നോക്കിയേ, മെക്കനൈസ്ഡ് ലോണ്ടറി സർവീസ് has been established as the best method for washing linen. മെക്കനൈസ്ഡ് ലോണ്ടറി സർവീസ് എന്ന് വെച്ചാൽ മെഷീൻസ് അല്ലെ, മെഷീൻസ് ഉപയോഗിച്ചിട്ടുള്ളത് ഒരു യന്ത്രവൽകൃതമായിട്ടുള്ള ഒരു ലോണ്ടറി സർവീസ് അല്ലെ. ലിനൻ വാഷ് ചെയ്യുന്നതിന് ഒരു യന്ത്രവൽകൃതമായിട്ടുള്ള ലോണ്ടറി സർവീസ്, നമ്മൾ കൈ കൊണ്ടും ഒക്കെ കഴുകുന്നതിനും മെഷീൻസ് ഉപയോഗിച്ചുകൊണ്ട്, അതാണ് മെക്കനൈസ്ഡ് ലോണ്ടറി സർവീസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ബെസ്റ്റ് മെത്തേഡ് ഓഫ് വാഷിംഗ് ലിനൻ. അണ്ടർലൈൻ ചെയ്തിട്ടേ, മെക്കനൈസ്ഡ് ലോണ്ടറി സർവീസ് ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ്, ഇതിനുവേണ്ടി സ്ഥാപിച്ചത് as the best method for washing linen. It is not only convenient ആണെന്ന് മാത്രമല്ല, but safe, dependable and cheaper when compared with the other methods. മറ്റുള്ള മെത്തേഡ്സുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത് എന്താ, കൺവീനിയന്റ് എന്ന് പറഞ്ഞാൽ എന്താ, സൗകര്യപ്രദമാണെന്നുള്ളത് മാത്രമല്ല, നമുക്ക് കുറച്ചും കൂടി സൗകര്യപ്രദമാണെന്ന് മാത്രമല്ല, നമ്മുടെ കഷ്ടപ്പാട് കുറയ്ക്കാം അല്ലെ. മെഷീൻസ് ഒക്കെ ഉപയോഗിക്കുന്നത് വഴി നമുക്കത് കുറച്ചും കൂടി
കൺവീനിയന്റ് ആണ്, ഒരു എന്താ പറയാ, ഒരു സൗകര്യപ്രദമാണ് എന്നുള്ളത് മാത്രമല്ല, പക്ഷെ എന്താ, സേഫ്, നമുക്ക് കുറച്ചുകൂടി സുരക്ഷിതമാണ്, നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്, ചീപ്പർ ആണ്. കണ്ടോ, കുറവ് മതി. ഒരു 10 ആളുകൾ ചെയ്യണ വർക്ക് ഒരു മെഷീൻ കൊണ്ട് ചെയ്യാൻ പാടില്ലേ ജോലി? അപ്പൊ പൈസ കുറവ് മതിയില്ലേ? അല്ലെ? ചീപ്പർ ആണ്. ഏതുമായിട്ട്? when compared with other methods, മറ്റുള്ള മെത്തേഡ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മെക്കനൈസ്ഡ് ലോണ്ടറി സർവീസ് എന്ന് പറയുന്നത് എന്താണ്? കൺവീനിയന്റ് ആണ് എന്നുള്ളത് മാത്രമല്ല, സേഫ് ആണ്, നമുക്ക് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്, ആൻഡ് ചീപ്പർ. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കിയേ, വൈ ആർ അഡ്മിനിസ്ട്രേറ്റർ ചൂസിങ് ഔട്ട്സോഴ്സ്? എന്തിനാണ് ഈ അഡ്മിനിസ്ട്രേറ്റർ ഔട്ട്സോഴ്സിനെ ആശ്രയിക്കുന്നത്? ഔട്ട്സോഴ്സ് എന്ന് പറഞ്ഞ എന്താ? ഔട്ട്സോഴ്സ് എന്ന് പറഞ്ഞാൽ പുറമെ കൊടുത്ത്, അതായത് ഒരു എക്സ്റ്റേണൽ ഏജൻസി, അല്ലെ? ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ പ്രൊഫഷണൽ ഔട്ട്സൈഡ് ആണ്, അല്ലെ? അവര് ഉയർന്ന തലത്തിലുള്ള ലോണ്ടറി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, അതിനെയാണ് ഔട്ട്സോഴ്സ് എന്ന് പറയുന്നത്. അതായത് പുറമെ കൊടുക്കുന്നത്, അത്രേ ഉള്ളൂ. ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ ഒരു പ്രൊഫഷണൽ ലോണ്ടറി സർവീസ് നല്ല കുറച്ചുകൂടി ഹൈ ക്വാളിറ്റിയിൽ തന്നെ, അല്ലെ, നമുക്ക് ഹോസ്പിറ്റൽ ലിനൻ കൈകാര്യം ചെയ്യുന്നു, അതാണ് ഔട്ട്സോഴ്സ് എന്ന് പറയുന്നത്, നമ്മൾ പുറമെ കൊടുത്ത് ചെയ്യിക്കുന്നത്. Having a laundry department involves a lot of labor. വേണ്ടേ? നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ തന്നെ ഇങ്ങനെ ലോണ്ടറി ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അങ്ങനെ വരുമ്പോ കുറെ ലേബർ വരൂലേ? തൊഴിൽ ആളുകൾക്ക്, ജോലിക്കാര്, അവർക്കുള്ള സാലറി, അല്ലെ? പിന്നെ അതുപോലെ മെഷീൻസ്, സാധനങ്ങൾ മേടിക്കണം, അങ്ങനെയൊക്കെ കുറെ ചെലവാകും. അഡ്വാൻസ്ഡ് മിഷനറീസ് വേണം, അല്ലെ? അത് വാഷ് ചെയ്യാനും ഒക്കെയാണ് വാഷിംഗ് മെഷീൻ പോലുള്ള മിഷനറീസ്, ഡ്രൈ ചെയ്യാന്, അയൺ ചെയ്യാന്, ഇതിനൊക്കെ ഓരോന്നും അതിൻ്റെതായിട്ടുള്ള മിഷനറീസ് വേണം, മെറ്റീരിയൽസ് വേണം, സാധനങ്ങൾ വേണം, കോസ്റ്റ്, ചെലവും ആകും, അല്ലെ? അപ്പൊ അങ്ങനെ നമുക്ക് നമ്മുടെ ആ ഹോസ്പിറ്റലിൽ തന്നെ ലോണ്ടറി കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് കുറെ പൈസ ലേബർ ആകും, മെഷീൻസ് കാര്യങ്ങൾ വേണ്ടി വരും, അതിന് വേണ്ട മെറ്റീരിയൽസ് വേണ്ടി വരും, പൈസയും നമ്മുടെ കയ്യിൽ നിന്ന് കുറെ ആവും, അല്ലെ? മെഡിക്കൽ ലിനൻ ആർ ഓൾവേസ് എക്സ്പോസ്ഡ് ടു ഇൻഫെക്ഷൻ ആൻഡ് ഡേഞ്ചറസ് മെറ്റീരിയൽസ്. നമ്മുടെ ഈ മെഡിക്കൽ ലിനൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എപ്പോഴും ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഡേഞ്ചറസ് മെറ്റീരിയലുമായിട്ട് എക്സ്പോസ് ചെയ്തിരിക്കും, അല്ലെ? അതിലെപ്പോഴും അങ്ങനെയുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള, വെളിച്ചതും എന്താ അൺഹൈജീനിക് ആയിട്ടുള്ള ഇതല്ലേ, വസ്ത്രങ്ങളൊക്കെ അല്ലേ നമ്മൾ ക്ലീൻ ചെയ്തത് പേഷ്യൻസ് ഉപയോഗിച്ചത്, അല്ലെ? ഇൻഫെക്ഷൻ ഉള്ള പേഷ്യൻസ് ഉപയോഗിച്ചത്, അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലഡ് അങ്ങനെയുള്ള അംശങ്ങളൊക്കെ ഉള്ളത്, അല്ലെ? അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സുകള്, ഇതെല്ലാം എന്താണ്? ഇൻഫെക്ഷസ് ഡേഞ്ചറസ് മെറ്റീരിയൽ ഉണ്ട് അതിനകത്ത്, അല്ലെ? If the actual procedure aren't followed, യഥാർത്ഥത്തിലുള്ള പ്രൊസീജിയർ അവരെ നമ്മൾ ഫോളോ ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് അത് നമ്മൾ വാഷ് ഇല്ലെങ്കിൽ എന്ത് പറ്റും? It will have a major effect on the quality of service provided. അല്ലെ? ആ സർവീസിന്റെ ക്വാളിറ്റിക്ക് എന്ത് പറ്റും? അതിനെ ഒരു വലിയൊരു ഇത് ദോഷാവില്ലേ? എഫക്ട് ചെയ്യും, ബാധിക്കും, അല്ലെ? മേജർ ക്വാളിറ്റി ഓഫ് സർവീസ് പ്രൊവൈഡഡ്. നമ്മൾ അതിന്റെ ക്വാളിറ്റി ഇപ്പൊ വെറുതെ ഒന്ന് കൊണ്ടുവന്നതും എല്ലാം അതിന്റെ ആ സ്റ്റെപ്സുകൾ ഉണ്ട് വാഷിങ്ങിന്റെ, അപ്പൊ അത് അത്രയും സ്റ്റെപ്സുകൾ അത് ക്ലിയർ ആയിട്ട് ചെയ്യുന്നതും നമ്മൾ ഒത്തിരി വ്യത്യാസമുണ്ട്. അതപ്പോ അതിന്റെ എന്താ, നമ്മൾ അത് ശരിക്കും ആ പ്രൊസീജിയർ, അവിടുത്തെ ആ വാഷിംഗ് പ്രൊസീജിയർ ശരിയായ രീതിയിൽ പാലിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? ആ ക്വാളിറ്റീനെ അഫക്ട് ചെയ്യും. When a professional medical laundry service of an external agency is to handle hospital linen with a high level of care as per specialized needs. ഒരു പ്രൊഫഷണൽ മെഡിക്കൽ ലോണ്ടറി സർവീസ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ ഏജൻസി, ഒരു പുറമെയുള്ള, ഹോസ്പിറ്റലിന്റെ ഉള്ളിലല്ല, ഒരു പുറമെയുള്ള ഏജൻസി എന്ത് ചെയ്യുന്നു? ഹോസ്പിറ്റലിലെ തുണിത്തരങ്ങള് നല്ലൊരു ഹൈ ലെവൽ ഓഫ് കെയർ, അല്ലെ? അങ്ങനെ എന്ത് ചെയ്തു തരുന്നു? അതിനെയാണ് ആവശ്യാനുസരണം, ഹോസ്പിറ്റലിലെ ആവശ്യാനുസരണം തുണിത്തരങ്ങളൊക്കെ നല്ലൊരു ക്വാളിറ്റിയില്, നല്ല ലെവലില് എന്ത് ചെയ്യുന്നു? ഒരു എക്സ്റ്റേണൽ ഏജൻസി ചെയ്തു തരുന്നു, ഹാൻഡിൽ ചെയ്യുന്നു, കൈകാര്യം ചെയ്യുന്നു. അതിനെയാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടോട്ടോ.
അണ്ടർലൈൻ ചെയ്തോ. വാട്ട് ഈസ് ഔട്ട്സോഴ്സിങ്? ആ സെന്റൻസ് അതുപോലെ തന്നെ തരും. വാട്ട് ഈസ് നോൺ ആസ് ഡാഷ് എന്ന് തരും. എന്താ ഔട്ട്സോഴ്സിങ്? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ ചെയ്യുന്നതല്ല, പുറമെ ഒരു ഏജൻസി എന്ത് ചെയ്യുന്നു, നല്ല ക്വാളിറ്റിയോട് കൂടി നല്ല കെയറോട് കൂടി ഹോസ്പിറ്റലിലെ ലിനനെ ഹാൻഡിൽ ചെയ്യുന്നു. അതിനെയാണ് ഏതെന്ന് പറയുന്നത് ഔട്ട്സോഴ്സിങ്. ഇറ്റ് ഡിപ്പെൻഡ് ഓൺ ദ പ്രാക്ടിക്കബിലിറ്റി, സൈസ് ആൻഡ് എക്കണോമിക്സ് ഓഫ് ദ ഹോസ്പിറ്റൽസ്. അതെന്തിനാ ഡിപ്പെൻഡ് ചെയ്യുന്നു? പ്രാക്ടിക്കബിലിറ്റി, അതിന്റെ പ്രായോഗികത, വലിപ്പം, ഹോസ്പിറ്റലിന്റെ സാമ്പത്തികം, ഇതിനെല്ലാം ആശ്രയിച്ചിരിക്കുന്നു. ഹോസ്പിറ്റലിന്റെ വലിപ്പം, എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ സാമ്പത്തികത, അല്ലെ, സമ്പദ് വ്യവസ്ഥ, അതിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു. ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ? While selecting a laundry service, administrator have to consider the following factor. ഇനി നമ്മൾ പുറമെ ഇങ്ങനെ കൊടുത്ത് ചെയ്യുമ്പോൾ, അങ്ങനെ ഒരു ലോണ്ടറി സർവീസ് സെലക്ട് ചെയ്യുമ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യുന്നത്? ഇപ്പൊ നമ്മളാണെങ്കിലും പുറമെ എന്താ പറയാ, എന്തെങ്കിലും ഇങ്ങനെ കൊടുത്ത് ചെയ്യിക്കുമ്പോഴൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കും, അല്ലേ? നമ്മൾ നോക്കൂലേ? നമ്മൾ പുറമെ എന്തെങ്കിലും നമ്മൾ പൈസ കൊടുത്ത് കരാറ് പോലെ കൊടുക്കുകയാണ്, എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യുവാണെങ്കിൽ എന്താ, ഇപ്പൊ വേണ്ട, നിങ്ങൾ ഒരു ഡ്രസ്സ് എടുത്തു, ഡ്രസ്സ്, ആ ഡ്രസ്സ് ഒന്ന് തയ്ക്കാൻ കൊടുത്തു, ഒരു ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തു, നമ്മൾ എന്താ നോക്കുന്നേ? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നേ? എന്താ നമ്മൾ ആദ്യം തന്നെ നോക്കും, നല്ല ക്വാളിറ്റി ആണോന്നല്ലേ നമ്മൾ നോക്കണേ? ആ സ്റ്റിച്ച് ചെയ്ത് തന്നെ നല്ല ക്വാളിറ്റി ആണോ നോക്കൂലേ നിങ്ങള്? നമ്മൾ അന്യായ വില മേടിക്കുന്ന ഒരു ഡ്രസ്സ് നമ്മൾ തയ്ക്കാൻ കൊണ്ട് കൊടുത്തു, ആ സ്റ്റിച്ചിങ് ക്വാളിറ്റി വെരി ഗുഡ് അല്ലേ, നമ്മൾ നോക്കും നല്ല സ്റ്റിച്ചിങ് ആണോ, അല്ലെങ്കിൽ നല്ല തയ്യലാണെങ്കിൽ മാത്രം അവിടെ കൊടുക്കുള്ളൂ. നമ്മൾ കാശ് മുഴുവനും കൊടുക്കും, അതല്ല തയ്ക്കാനൊക്കെ ഭയങ്കര റേഞ്ച് ആണ് അല്ലെ, നമുക്ക് ഭയങ്കര കാശാണ് അത് വരുന്നത്. അപ്പൊ നമ്മൾ കുറെ കാശ് കൊടുത്തു ഒരു മോശമായിട്ട് തയ്ച്ചു തന്നാൽ പിന്നെ പറ്റുമോ? അപ്പൊ ആദ്യം നമ്മൾ ഒരു ഔട്ട്സോഴ്സിന് ഏത് ഇതാണെങ്കിലും നമ്മൾ ആശ്രയിക്കുമ്പോൾ നമ്മൾ നോക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ സർവീസിന്റെ ക്വാളിറ്റി ആണ്. നമ്മൾ അതുപോലെ തന്നെ നമ്മളിപ്പോ ഹോസ്പിറ്റലിലെ ലോണ്ടറി നമ്മൾ എന്താ, അതൊരു ഔട്ട്സോഴ്സിനെ ആശ്രയിക്കുമ്പോൾ ഈ ഫാക്ടേഴ്സ് അവര് നോക്കും, അഡ്മിനിസ്ട്രേറ്റർ നോക്കും. എന്തൊക്കെയാ? സർവീസിന്റെ ക്വാളിറ്റി, നല്ല ക്വാളിറ്റിയില് ആണോ അവര് ഈ ഹോസ്പിറ്റലിലെ തുണികളൊക്കെ കഴുകുന്നത്, അല്ലെങ്കിൽ നമുക്കത് അവർക്ക് സർവീസ് നല്ല ക്വാളിറ്റിയിലാണോ നോക്കും. അടുത്ത നോക്കിയേ, റെപ്യൂട്ടേഷൻ ഓഫ് ദ സർവീസ്, അല്ലെ, ആ സേവനത്തിന്റെ റെപ്യൂട്ടേഷൻ എന്താ, പ്രശസ്തി, അതായത് ഗുണനിലവാരം. ആ ഒരു സർവീസിന്റെ പ്രശസ്തി നോക്കും. ഇന്ന് നമ്മൾ പറയൂലേ, ചില നല്ല നല്ല കമ്പനികള്, നല്ല നല്ല അഡ്വർടൈസ്മെന്റുകള്, അത് നോക്കൂല, ഒരു പ്രശസ്തി നോക്കും. ഇപ്പൊ നമ്മൾ തയ്ക്കാൻ കൊടുക്കണോ, അത് ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ, നല്ല ടൈലറിംഗ് ഷോപ്പിന് നല്ല പരസ്യങ്ങളുള്ള അങ്ങനെയൊക്കെ ഉള്ള നല്ല ഇത് നോക്കൂല, അത് നമ്മൾ പുറമെ എല്ലാവരും അറിയപ്പെടുന്നതാണോ? ഇല്ലേ, നോക്കൂലേ? വേണ്ട, നമ്മൾ കടയിൽ ഒരു ഡ്രസ്സ് എടുക്കാൻ പോയാലും നമ്മൾ എന്താ, കുഞ്ഞു കടയിലൊന്നും നമ്മൾ കേറൂല അല്ലെ, നമ്മൾ വലിയ പരസ്യങ്ങളൊക്കെ ഉള്ള നല്ല കുറെ ഇതൊക്കെ ഉള്ള ഇതിലല്ലേ നമ്മൾ കേറുള്ളൂ. ആ ഒരു റെപ്യൂട്ടേഷൻ, പ്രശസ്തി, അത് നോക്കും സർവീസിന്റെ. അതായത് നാലാളെ അറിയണതാണ്, അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? അടുത്ത് നോക്കിയ പ്രൈസിങ്, മൂന്നാമത്തെ പോയിന്റ് ആട്ടോ അത്. പ്രൈസിങ്, വില നോക്കും. ഇനി നമുക്ക് എത്ര രൂപയ്ക്കാ കിട്ടാന്ന് നോക്കൂലേ? എത്ര രൂപയ്ക്ക്, ഇപ്പൊ എങ്ങും ഇല്ലാത്ത നോർമൽ എല്ലായിടത്തും ഒരു 300 രൂപയേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു 350 രൂപയേ ഉള്ളൂ ബ്ലൗസ് തയ്ക്കണമെങ്കിൽ, ഒരു 800 രൂപ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ കൊടുക്കോ? വില നോക്കൂലേ? എന്ത് സാധനം ചെയ്യുമ്പോ അതിന്റെ വില നോക്കും, എത്ര രൂപയ്ക്ക് നമുക്കത്. ഇപ്പൊ ലോണ്ടറി ആണെങ്കിൽ എത്ര രൂപയ്ക്ക് ഹോസ്പിറ്റലിലേക്കുള്ള ഇതൊക്കെ വാഷ് ചെയ്ത് നമുക്ക് തരും, ഔട്ട്സോഴ്സിങ് എത്ര രൂപയാകും അത് നോക്കും. നാലാമത്തെ പോയിന്റ്സ് ആയിട്ട് എഴുതണം കേട്ടോ, അത് എക്യുപ്മെന്റ്സ് യൂസ്ഡ്, ഉപയോഗിച്ചിട്ടുള്ള എക്യുപ്മെന്റ്സ്. ഒരുമിച്ച് പറഞ്ഞാലും കുഴപ്പമില്ല, അതായത് വില നോക്കും. ഇവിടെ ഉപയോഗിച്ച എക്യുപ്മെന്റ്സിന്റെ വില എന്നാണ്, ഏത് എക്യുപ്മെന്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. 4 പോയിന്റ്സ് ആക്കി തന്നെ നിങ്ങൾ കൊടുത്തോ, കുഴപ്പമില്ല. സർവീസിന്റെ ക്വാളിറ്റി, ഇനി അഥവാ ഒരു പോയിന്റ് ആയിട്ട് തരുവാണെങ്കിലും തെറ്റില്ല. അതായത് വിലയാണ് നമ്മൾ പറയുന്നത്, പ്രൈസിങ് നോക്കും.
ക്ലിയർ അല്ലേ? 4 പോയിന്റ്സും അത് ഒരു ഇതിപ്പോ നിങ്ങൾ അഥവാ നിങ്ങള് ക്വസ്റ്റ്യൻസിൽ അങ്ങനെ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഒറ്റ പോയിന്റ് ആയിട്ട് കൊടുത്തേക്കണെങ്കിലും നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. 2 പോയിന്റ് ആയിട്ട് എഴുതിയാലും തെറ്റില്ല. പ്രൈസിങ് എക്യുപ്മെന്റ്സ് യൂസ്ഡ് ഉപയോഗിച്ച എക്യുപ്മെന്റ്സുകൾ ഏത് എക്യുപ്മെന്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി ആ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാലും തെറ്റില്ല. 2 രീതിയിൽ വന്നാലും നിങ്ങൾ അത് അറ്റൻഡ് ചെയ്യണം. ഓക്കെ, എന്തായാലും ഓപ്ഷൻ അവിടെ ഉണ്ടാവുമല്ലോ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കിയേ, അഡ്വാൻറ്റേജസ് ഓഫ് ഔട്ട്സോഴ്സിംഗ് സർവീസസ്. ഇനി എന്തൊക്കെയാണ് ഒരു ഔട്ട്സോഴ്സിംഗ് സർവീസിന്റെ അഡ്വാൻറ്റേജ്? എന്തൊക്കെയാണ് ഒരു നല്ലൊരു എന്താ പറയാ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? മോർ കോസ്റ്റ് എഫക്റ്റീവ് സൊല്യൂഷൻ, കൂടുതൽ ചെലവ് കുറഞ്ഞ ഒരു എന്താ പറയാ പരിഹാരം എന്ന് വെച്ചാൽ എന്താ പറയുന്നത്? മോർ കോസ്റ്റ് എഫക്റ്റീവ് സൊല്യൂഷൻ. മോർ കോസ്റ്റ് എഫക്റ്റീവ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താ? കുറഞ്ഞ ചെലവ് കുറഞ്ഞ പരിഹാരം. ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ലോണ്ടറി ലിനൻ സർവീസ് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ കുറെ പൈസയാവും എന്ന് പറഞ്ഞു, ലേബർ കോസ്റ്റ് ആവും. അത് കൂടാതെ ഇങ്ങനെ വലിയ എക്യുപ്മെന്റ്സുകളൊക്കെ വേണം, വാഷ് ചെയ്യാൻ അയൺ ചെയ്യാനൊക്കെ ഉള്ള എക്യുപ്മെന്റ്സുകളും വേണം. അപ്പൊ അതിന് വേണ്ടി നമുക്ക് അത് ഇൻസ്റ്റോൾ ചെയ്യാൻ കുറെ പൈസ ആവൂലേ? അല്ലേ? അത് ഇൻസ്റ്റോൾ ചെയ്യാൻ ഹോസ്പിറ്റലിന് കുറെ കാശ് വരും. എന്നാൽ നമ്മൾ ആ നേരെ ഔട്ട്സോഴ്സിംഗിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ സാധനങ്ങൾ മേടിക്കണോ? അവര് ഇത്ര രൂപ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പൈസ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ നമ്മൾ സ്വന്തം പൈസക്ക് ആ മെഷീൻ ഒന്നും മേടിക്കേണ്ട വരില്ല. അതാണ് ഇൻസ്റ്റോൾ ചെയ്യാൻ നമുക്ക് അവിടെ കോസ്റ്റ്, ഹോസ്പിറ്റലിൽ തന്നെയാണെങ്കിൽ ഇൻസ്റ്റോൾ ചെയ്യാൻ കൂടുതൽ കോസ്റ്റ് വരും. അപ്പൊ ഇതെന്താ ഇവിടെ ഔട്ട്സോഴ്സിംഗിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞേക്കണേ എന്താ? മോർ കോസ്റ്റ് എഫക്റ്റീവ് സൊല്യൂഷൻ. നമുക്ക് ചെലവ് കുറഞ്ഞ ഒരു പരിഹാരമാണ്. ചെലവ് കുറവാ, നമ്മൾ അത്രത്തോളം വാങ്ങുമോ? ഇപ്പൊ നമ്മൾ എന്തിനാ ഇപ്പൊ നമ്മള് വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടന്നു, ഇപ്പൊ വളരെ അപൂർവം പേരുകൾ മാത്രം, വീട്ടിൽ ഉണ്ടാവുന്ന ആളുകൾ മാത്രം വീട്ടിൽ ബുക്ക് ചെയ്യണുള്ളൂ. ശരിയല്ലേ? ആണോ? നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ വന്നു, പണ്ടൊക്കെ എല്ലാവരും വീട്ടിൽ തന്നെ. ഇപ്പൊ എന്താ? ഒന്നാമത്തെ സമയമില്ല, അതൊന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ ആളുകൾ മെനക്കെടാൻ വരൂല. അല്ലേ? നല്ല വലിയ ഡ്രസ്സ് വലിയ ഇതൊക്കെ ധരിച്ചോണ്ട് ഈ അടുക്കളയിൽ കിടന്ന പണിയാൻ ആരെങ്കിലും വരുമോ? പിന്നെ എന്താ? പിന്നെ ഒരു കാര്യം, നമുക്ക് അത്രയും ബുദ്ധിമുട്ട് കുറയ്ക്കാം. പൈസയും കുറവ് മതി. അതായത് ഒരു ഇലക്ക് ഇത്ര രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയായിരിക്കും നമ്മൾ ഈ സാധനങ്ങൾ മുഴുവനും മേടിച്ച്, പിന്നെ അതുപോലെ തന്നെ പാചകക്കാരെ നിർത്തി അത് അവർക്ക് അന്നത്തെ ഒരു ദിവസത്തെ പൈസ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ചിലപ്പോ ആ ഓർഡർ കൊടുക്കണേക്കാളും കൂടുതൽ പൈസ ആവൂലേ? കാര്യം നല്ലതാണ്, നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന നല്ലത്, നമുക്ക് എന്താ പറയാ നല്ല ഇതായിട്ട് നമുക്ക് ചെയ്യാം. എങ്കിൽ പോലും നമുക്ക് ആ കോസ്റ്റ് വ്യത്യാസം വരൂലേ? നമുക്ക് ചിലപ്പോ വളരെ അതിനേക്കായൊക്കെ ഒത്തിരി കുറവില് നമുക്ക് പുറമെ ഇങ്ങനെ ഒരുമിച്ച് ഓർഡർ കൊടുക്കുമ്പോൾ നമുക്ക് കുറഞ്ഞ ചെലവില് നമുക്ക് കിട്ടും, നമുക്ക് ബുദ്ധിമുട്ടില്ല. അല്ലേ? അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അഡ്വാൻറ്റേജ് ഫസ്റ്റ്, അതായത് നമ്മൾ ഈ എന്താ പറയാ ഇങ്ങനെ നമ്മളൊരു ഔട്ട്സോഴ്സിനെ നമ്മൾ ആശ്രയിക്കുമ്പോൾ നമുക്ക് അതിന് വേണ്ടി വരുന്ന ചെലവ് കുറയ്ക്കാൻ പറ്റും. അടുത്തത് രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, ഇൻക്രീസ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി ഓഫ് അവർ ഫെസിലിറ്റി. നമ്മുടെ എഫിഷ്യൻസി എന്ന് വെച്ചാൽ കാര്യക്ഷമത, സൗകര്യങ്ങളുടെയും കാര്യക്ഷമതയും ഉൽപാദനക്ഷമതയും വർദ്ധിക്കുന്നു. ഇൻക്രീസ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി ഓഫ് അവർ ഫെസിലിറ്റീസ്. സൗകര്യങ്ങളുടെ കാര്യക്ഷമത ഉൽപാദനക്ഷമത ഒക്കെ വർദ്ധിപ്പിക്കാൻ പറ്റുന്നു. Then അടുത്ത നോക്കിയ ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് കെയർ പ്രൊവൈഡഡ്. നൽകിയ പരിചരണത്തിന്റെ എന്താണ്? മെച്ചപ്പെട്ട നിലവാരം. ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് കെയർ പ്രൊവൈഡഡ്. ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് കെയർ പ്രൊവൈഡഡ്. ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് കെയർ പ്രൊവൈഡഡ്. ക്വാളിറ്റി, നൽകിയ പരിചരണം, അതെന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? ഒന്ന് സ്ട്രെസ് ചെയ്ത് നോക്കിയേ. അതായത് നമ്മൾ പുറത്തെ കൊടുത്ത് ചെയ്യുമ്പോഴേ അവര് ക്വാളിറ്റി കുറവാണെങ്കിൽ പിന്നെ നമ്മൾ അവിടെ കൊടുക്കോ?
ഹോസ്പിറ്റൽ ലിനൻ ലോണ്ടറി നമ്മൾ വേറൊരു ഔട്ട്സോഴ്സിന് കൊടുത്തു. അവരത് കൊണ്ടുവരുമ്പോൾ തിരിച്ച വാഷ് ചെയ്തെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ അതിന്റെ ക്വാളിറ്റി ഇല്ലെങ്കിൽ നമ്മളത് എന്ത് ചെയ്യുന്നില്ല, നമ്മളത് പിന്നീട് അവർക്ക് കൊടുക്കില്ല. അപ്പൊ അവരെന്ത് ചെയ്യും, നല്ല ക്വാളിറ്റിയിൽ തരാൻ നോക്കൂലേ അല്ലേ? നല്ല ക്വാളിറ്റി തരുവാണെങ്കിൽ നമ്മൾ വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ കൊടുക്കും, എന്നാലല്ല അവർക്ക് കാര്യം. അപ്പൊ അതുകൊണ്ട് അവർക്കൊരു കംപ്ലൈന്റ് ഇല്ലാത്ത രീതിയിൽ നല്ല ക്വാളിറ്റി നമുക്ക് നൽകുന്ന കെയർ അല്ലെ, അതിന് ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ നോക്കും. അത് മൂന്നുമാണ് അഡ്വാൻറ്റേജ് കേട്ടോ, അത് നോട്ട് ചെയ്ത് വെച്ചോ. ഇനി നെക്സ്റ്റ് നോക്കിയേ, ക്ലാസിഫിക്കേഷൻ ഓഫ് ലിനൻ ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ ലിനൻ നമ്മൾ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം, തുണിത്തരങ്ങളെ നമുക്ക് ഏതൊക്കെ രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ജനറൽ പർപ്പസ് ലിനൻ ഉണ്ട്. നമുക്ക് ഏതാണ്, നമുക്ക് എന്താ ജനറൽ പർപ്പസ് ലിനൻ. അതിൽ ഏതൊക്കെയാ വന്നത്, കർട്ടൻ, സ്ക്രീൻ, ടേബിൾ ക്ലോത്ത്സ് എക്സെട്ര. ഇങ്ങനെ തന്നെ ചോദിക്കൂ കേട്ടോ. കർട്ടൻ, സ്ക്രീൻ, ടേബിൾ ക്ലോത്ത്സ് ആർ കംസ് അണ്ടർ ഡാഷ് ടൈപ്പ് ഓഫ് ലിനൻ. ഏതിലാ വരുന്നത്, ജനറൽ പർപ്പസ് ലിനനിൽ വരുന്നതാണ്. ഇതൊന്ന് നോക്കി വെക്കാം. 4 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഓരോന്നിനും വരുന്നത് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്തിടാം. ജനറൽ പർപ്പസ് ലിനനിൽ വരുന്ന ഏതൊക്കെയാ, കർട്ടനുകള്. ഹോസ്പിറ്റലിൽ കുറെ റൂമുകളില്ലേ, കുറെ കർട്ടൻസ് ഉണ്ട്. അത് സ്ക്രീനുകള്, ടേബിൾ ക്ലോത്ത്സ് കേട്ടോ, ടേബിൾ ക്ലോത്ത്സ് ഇതെല്ലാം ജനറൽ പർപ്പസ് ലിനനിൽ വരുന്നത്. അടുത്തതാണ് പേഷ്യൻ ലിനൻ. പേഷ്യൻ ലിനനിൽ വന്ന ഏതൊക്കെയാന്നൊക്കെ, പേഷ്യൻസിന്റെ തുണിത്തരങ്ങൾ, അതായത് പേഷ്യൻസിന്റെ ക്ലോത്തിങ് ഇൻക്ലൂഡിങ് ഏതൊക്കെ, ഗൗൺ, കോട്ട് ഇതൊക്കെ ഉൾപ്പെടെയുള്ള പേഷ്യൻസിന്റെ ക്ലോത്തിങ് ആണ് പേഷ്യൻ ലിനനിൽ വരുന്നത്. അത് ക്ലിയർ ആണ് അല്ലെ, പേഷ്യൻ ലിനനിൽ പേഷ്യൻസിന്റെ ക്ലോത്തിങ്. വാർഡ് ലിനൻ. വാർഡ് ലിനൻ എന്ന് പറഞ്ഞാൽ വാർഡിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ലിനൻ അല്ലെ. ഏതൊക്കെ വരാം, ക്ലോത്തിങ് യൂസ്ഡ് ഇൻ വാർഡ്സ് ലൈക്ക് ബെഡ്ഷീറ്റുകൾ വരാം, ബ്ലാങ്കറ്റ് വരാം, പില്ലോ കവേഴ്സ്, ഇതൊക്കെ വാർഡ് ലിനനിൽ ഉൾപ്പെടുന്ന. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. വാർഡ് ലിനനിൽ വരുന്ന ഏത്, പേഷ്യൻ ലിനനിൽ വരുന്ന ഏത്, ജനറൽ പർപ്പസ് ലിനനിൽ വരുന്ന ഏത്, എല്ലാവരും നോട്ട് ചെയ്ത് വെക്കണം. ഇനി അടുത്ത് നോക്കി, ഓപ്പറേഷൻ തിയേറ്റർ, ലേബർ റൂം, പ്രൊസീജിയർ റൂം ലിനൻ. അവിടെ നിന്നൊക്കെ വരുന്നത്, അതായത് സർജറിയുമായി ബന്ധപ്പെട്ട് അല്ലെ, അങ്ങനെ വരുന്ന ലിനൻ. തുണിത്തരങ്ങൾ ഏതൊക്കെയാ വരുന്നത്, സർജിക്കൽ ഗൗൺ, സർജറി ചെയ്യുമ്പോൾ അവർ ധരിക്കുന്ന വസ്ത്രമില്ലേ, ഡോക്ടേഴ്സ് ഒക്കെ ധരിക്കുന്ന സർജിക്കൽ ഗൗണുകള്, സ്ക്രബ് സ്യൂട്ട്. സ്ക്രബ് സ്യൂട്ട് എന്ന് പറഞ്ഞ പാന്റ് ഷർട്ട് പോലെയുള്ള കോട്ടുകള്, ഗൗൺ ക്യാപ്പ്, ഗൗണിന്റെ തൊപ്പി, ക്യാപ്പ് എക്സെട്ര. ഇതെല്ലാം ഇതിൽ വരുന്നതാണ് ഓപ്പറേഷൻ തിയേറ്റർ, ലേബർ റൂം, പ്രൊസീജിയർ റൂമില് വരുന്നത് കേട്ടോ. പാന്റ് ഷർട്ട് പോലെയുള്ളതെന്ന് വെച്ചാൽ എന്താ പറയാ, നമ്മൾ പ്രൊട്ടക്ഷൻ, അതാണ് ടൈപ്പ് ഓഫ് പ്രൊഫഷണൽ യൂസ്ഡ് ടു പ്രൊട്ടക്ട് അവർ ക്ലോത്തിങ്. ക്ലോത്തിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതുപോലെ അതിനകത്ത് സ്ക്രബ് സ്യൂട്ട് എന്ന് പറയുമ്പോൾ ആ ഒരു പാന്റും ഷർട്ടും പോലെയുള്ള ഇതാണ് കേട്ടോ. രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളതാണ് സ്ക്രബ് സ്യൂട്ട്സ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് പ്രൊട്ടക്ഷൻ ആണ്, നമ്മുടെ ക്ലോത്ത്സിനെ, നമ്മുടെ ബോഡീനെ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ധരിക്കുന്നത്. അത് ക്ലിയർ ആയാൽ നോക്കിയേ. ലിനനെ നമ്മൾ 4 ടൈപ്പ് ഉണ്ട്, ജനറൽ പർപ്പസ് ലിനൻ, പേഷ്യൻ ലിനൻ, വാർഡ് ലിനൻ, ഓപ്പറേഷൻ തിയേറ്റർ, ലേബർ റൂം, പ്രൊസീജിയർ റൂം ലിനൻ. ഇനി അതിൽ ഓരോന്നും ഇൻക്ലൂഡ് ചെയ്തത് ഏതാണെന്ന് നോക്കി വെക്കാം. Then proper healthcare laundry procedure and disinfecting are very important to infection control and prevention of spread of disease. അല്ലെ, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ ലോണ്ടറി പ്രൊസീജിയർ എന്തിനൊക്കെ സഹായിക്കും, disinfecting are very important to infection control. നമ്മുടെ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ, അതുപോലെ പ്രിവെൻഷൻ ഓഫ് സ്പ്രെഡ് ഓഫ് ഡിസീസ്, ഡിസീസസ് സ്പ്രെഡ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യാനും സഹായിക്കുന്നു. അണ്ടർലൈൻ ചെയ്തോട്ടോ. Laundry proper healthcare laundry procedure are very important to dash. എന്തിനൊക്കെയാ, ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാനും ഇൻഫെക്ഷനെ അല്ലെങ്കിൽ ഡിസീസിനെ സ്പ്രെഡ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യാനും സഹായിക്കുന്നു. It is very important, വളരെയധികം പ്രാധാന്യമുണ്ട് to establish and carry out healthcare laundry guidelines to make sure that the staff have the right protection and safety. എന്താ പറഞ്ഞേക്കുന്നത്,
അവിടെ വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, ഒരു ഹോസ്പിറ്റൽ ലിനൻ ലോണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. എന്നുവെച്ചാൽ പ്രോപ്പർ ആയിട്ട് ഇതൊക്കെ വാഷ് ചെയ്ത് നമ്മൾ അത് കൊടുത്തിട്ട് ഡിസിൻഫെക്ഷൻ നടത്തിയില്ലെങ്കിൽ അല്ലെ, നമുക്ക് അവിടെ എന്താ കണ്ടമിനേഷൻ ആവാം, മലിനീകരണം ഇത് വരാം, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ സാധ്യത വരാം, അത് ഡിസീസുകൾ സ്പ്രെഡ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ശരിയായ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് സുരക്ഷ അവിടെ ഉറപ്പാക്കേണ്ടത് ആവശ്യമുണ്ട്. ഒരു അത് എങ്ങനെയാണ്, നമ്മൾ വെറുതെ രീതിയിലല്ല, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്ത് കെയർ ലോണ്ടറി ഗൈഡ് ലൈൻസ്, ഒരു ഗൈഡ് ലൈൻസ് അനുസരിച്ച് നമുക്ക് റൈറ്റ് സ്റ്റാഫിനും ഒക്കെ നല്ലൊരു പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ സേഫ്റ്റി സുരക്ഷയൊക്കെ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് ഒരു നല്ലൊരു ഹെൽത്ത് കെയർ ലോണ്ടറി ഗൈഡ് ലൈൻസ് ക്യാരി ഔട്ട് നടപ്പിലാക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. എന്തിനാ? പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, റൈറ്റ്, ശരിയായിട്ടുള്ള പ്രൊട്ടക്ഷൻ, സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. കോമൺ പ്രാക്ടീസസ് ആണ്. അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ ആ സ്റ്റാഫിന്റെ ഒക്കെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ പറഞ്ഞു, അവിടെ വർക്ക് ചെയ്യുന്ന എപ്പോഴും ഇൻഫെക്ഷൻ ഇതൊക്കെയായിട്ട് അവര് എന്താ പറയാ സമ്പർക്കം നേരിട്ട് കോണ്ടാക്ട് ഉള്ളവരാണല്ലേ, ഇതൊക്കെ കളക്ട് ചെയ്യാൻ വരുന്ന സ്റ്റാഫുകളൊക്കെ. അപ്പൊ അവർക്ക് എന്താ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ചെയ്യാൻ പറ്റുന്നത്? യൂസ് ഓഫ് PPE, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ധരിക്കുക. അപ്പൊ ഡയറക്റ്റ് പിടിക്കൂലല്ലോ അല്ലെ, ഇൻഫെക്ഷൻ ഉള്ള തുണിത്തരങ്ങളിലും ഒന്നും ഡയറക്റ്റ് ടച്ച് ചെയ്യാതിരിക്കാനായിട്ട് എന്താണ് PPE, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ധരിക്കുക. ബാഗ്സ് ടു കളക്ട് സ്റ്റെയിൻഡ് ലിനൻ, എന്താണ് സ്റ്റെയിൻഡ് ലിനൻ കളക്ട് ചെയ്യാനായിട്ട് ബാഗുകൾ ഉപയോഗിക്കുക. വെറുതെ കയ്യിലൊക്കെ പിടിച്ചോണ്ട് പോകാതെ, മനസ്സിലായോ? കയ്യിലൊക്കെ ആ തുണി എന്താ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള തുണി വാഷ് ചെയ്യാനൊക്കെ കയ്യിലൊക്കെ എടുത്തുകൊണ്ട് പോവാതെ അതെന്താ നമുക്കത് പ്രോപ്പർ ബാഗ് ഉപയോഗിക്കാം കളക്ട് ചെയ്യാനായിട്ട്. തുണിത്തരങ്ങൾ കളക്ട് ചെയ്യാൻ അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിയാതെ കളക്ട് ചെയ്യാൻ പ്രോപ്പർ ആയിട്ടുള്ള ബാഗുകൾ ഉപയോഗിക്കാം. അതെ, അടുത്ത് നോക്കിയേ, സ്റ്റെയിൻഡ് എന്ന് പറഞ്ഞാൽ മലിനമായിട്ടുള്ളതാണ് കേട്ടോ. കളക്ട് സ്റ്റെയിൻഡ്, സ്റ്റോർ സ്റ്റെയിൻഡ് ആൻഡ് ക്ലീൻ ലോണ്ടറി സെപ്പറേറ്റ്ലി. ഇനി നോക്കിയേ, സ്റ്റെയിൻഡ് ആയിട്ടുള്ള മലിനമായിട്ടുള്ളത് ക്ലീൻ ലോണ്ടറി സെപ്പറേറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യണം. രണ്ടും കൂടി ഒരുമിച്ചാക്കി കൂട്ടിക്കുഴയ്ക്കരുത്. പക്ഷെ വീണ്ടും അതിലേക്ക് ഇൻഫെക്ഷൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട് അല്ലെ, ക്ലീൻ ലോണ്ടറിയിലേക്ക്. അപ്പൊ അത് രണ്ടും എങ്ങനെ വേണം, നമ്മൾ എടുക്കാനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ അത് സ്റ്റോർ ചെയ്യണം. സ്റ്റോർ സ്റ്റെയിൻഡ് ആൻഡ് ക്ലീൻ ലോണ്ടറി സെപ്പറേറ്റ്ലി. അടുത്ത് നോക്കിയേ, പെർഫോം ഹാൻഡ് ഹൈജീൻ. ഹാൻഡ് ഹൈജീൻ പെർഫോം ചെയ്യുക, നിർവഹിക്കുക. കൈകളുടെ സുരക്ഷ എന്താ, എപ്പോഴും നമ്മൾ ടച്ച് ചെയ്യുന്ന ആദ്യം എടുക്കുന്ന കൈ കൊണ്ടല്ലേ, അപ്പൊ പ്രത്യേകിച്ച് നമ്മൾ അവിടെ നോക്കണം. ഹാൻഡ് ഹൈജീൻ നിർവഹിക്കുക. പ്രൊവൈഡ് ട്രെയിനിങ് ഓൺ പ്രോപ്പർ ലോണ്ടറി ഹാൻഡ്ലിംഗ്. ഇനി അവിടുത്തെ സ്റ്റാഫുകൾക്ക് എന്ത് വേണം? പ്രൊവൈഡ് ട്രെയിനിങ്, അവർക്ക് ഇതൊക്കെ എങ്ങനെയൊക്കെ കളക്ട് ചെയ്യണം, എങ്ങനെയൊക്കെ എടുക്കണം എന്നുള്ളതിനൊക്കെ ഒരു ട്രെയിനിങ്, നല്ലൊരു ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ അവർക്ക് ആ ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ എന്താ, അവർക്ക് അധികം ഇൻഫെക്ഷൻ ഒന്നും വരില്ലാത്ത രീതിയിൽ അല്ലെ, അല്ലെങ്കിൽ അവർക്കുടെ സേഫ്റ്റി ആയിട്ടുള്ള രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റും. ആ ട്രെയിനിങ്ങിലൂടെ അവർക്കുടെ സേഫ്റ്റി ആണ്. അപ്പൊ അതിന് വേണ്ട ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ ആ സ്റ്റാഫിന്റെ ഒക്കെ പ്രൊട്ടക്ഷന് വേണ്ടി, ശരിയായിട്ടുള്ള പ്രൊട്ടക്ഷന് സുരക്ഷയ്ക്ക് ഒക്കെ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾ വായിച്ചു നോക്കി 5 പോയിന്റ്. ക്ലിയർ ആയോ? 5 പോയിന്റ്സ് കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ആണ്. ഓക്കെ,
ഓക്കെ, നെക്സ്റ്റ് ഇനി നോക്കാം. ഇനിയാണ് നമ്മുടെ ആ ഒരു പ്രോസസ് ആണ് കേട്ടോ. പ്രോസസിങ് ഓഫ് സോയിൽഡ് ലിനൻ. പ്രോസസിങ് ഓഫ് സോയിൽഡ് ലിനൻ. പ്രോസസിങ് ഓഫ് സോയിൽഡ് ലിനൻ. അതിനകത്ത് നമുക്ക് സ്റ്റെപ്പുകളാണ്. ഇവിടെ ഒരു താഴെ നോക്കി നിങ്ങൾ ഒരു സൈക്കിൾ പോലെ തന്നിട്ടുണ്ട്, പ്രോസസിങ് ഓഫ് സോയിൽഡ് ലിനൻ എന്ന് പറഞ്ഞിട്ട്. ആ പ്രോസസിങ് നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ അതിന്റെ ആ നമ്പർ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഇത് ആ സൈക്കിളിലേക്ക് വരാം. എന്തൊക്കെയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? ഓക്കെ, നോക്കാം. ഫസ്റ്റ് നോക്കി, സോർട്ടിങ്. സോർട്ടിങ് സോർട്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ? സോർട്ട് ചെയ്യുക, ആദ്യം അടക്കും, അടക്കുക. അതായത് പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കളക്ട് ചെയ്യുന്നതല്ലേ, അതിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? അടക്കുന്നു. യൂസ്ഡ് സോർട്ടിങ് യൂസ്ഡ് ലിനൻ ഷുഡ് ബി കളക്റ്റഡ് ഫ്രം ഈച്ച് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് സെപ്പറേറ്റ്. നമ്മൾ വീട്ടിൽ എങ്ങനെയാ തുണി അളക്കുന്നത്? എല്ലാ തുണിയും കൂടി ഒരുമിച്ച് കൊണ്ടുവന്ന് മെഷീനിലേക്ക് ഇടുകയാണോ ചെയ്യുന്നത്? എന്താ ചെയ്യണേ ആദ്യം തന്നെ? എന്ത് ചെയ്യും ആദ്യം? എങ്ങനെയാണ്? മെഷീൻ അലക്കലൊക്കെ ഉണ്ടോ? വീട്ടിൽ അലക്കാറൊക്കെ ഇല്ലേ? എങ്ങനെയാണ് നിങ്ങൾ അലക്കണത്? ഹാൻഡ് വാഷ് ആയിട്ടാണെങ്കിലും നമ്മൾ മെഷീനിലേക്ക് ഇടുകയാണെങ്കിൽ എല്ലാ തുണിയും കൂടി, എല്ലാ മുറിയിൽ നിന്നുള്ള തുണികളെല്ലാം കൂടി ഒരുമിച്ചാണോ കളക്ട് എടുക്കുന്നത്? ആദ്യം നമ്മൾ എന്താ ചെയ്യണം? അതിനെ സെപ്പറേറ്റ് ചെയ്യും അല്ലെ? വൈറ്റ് ഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് വേറെ മാറ്റി വെക്കും അല്ലെ? നമ്മള് നല്ല ഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ അത് വേറെ മാറ്റി വെക്കും. പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് നമ്മൾ സാധാരണ ഡെയിലി യൂസിന് ഇടുന്നത്, നൈറ്റിക്ക് ഇടുന്ന ഡെയിലി യൂസ് അങ്ങനെയുള്ളത് വേറെ മാറ്റി വെക്കും അല്ലെ? അങ്ങനെ ആദ്യം നമ്മൾ എന്താ, ആദ്യം ഇവിടെ നമ്മൾ പറയുന്നത് പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കളക്ട് ചെയ്തിട്ടുള്ള തുണികള് യൂസ്ഡ് ലിനൻ. യൂസ്ഡ് ലിനൻ എന്ന് പറഞ്ഞാൽ എന്താ? ഉപയോഗിച്ചിട്ടുള്ള തുണിത്തരങ്ങൾ അല്ലെ? അതെന്ത് ചെയ്യും? ആദ്യം സെപ്പറേറ്റ് ചെയ്യും. അതാണ് സോർട്ടിങ് എന്ന് പറയുന്നത് കേട്ടോ. സോർട്ടിങ് ആദ്യം എന്ത് ചെയ്യും? അതിനെ സോർട്ട് ചെയ്യും. മനസ്സിലായോ? ഒന്നാമത്തെ എന്താ? പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കളക്ട് ചെയ്ത തുണിത്തരങ്ങള് എന്ത് ചെയ്യുന്നു? അതിനെ അടക്കും, സെപ്പറേറ്റ് ചെയ്യും അതിനെ. അത് ഓരോന്നും എന്താണ്, ഓരോ ഐറ്റംസ് ആയിട്ട്, ഇപ്പൊ ബെഡ്ഷീറ്റുകൾ വേറെ, പില്ലോ കവർ വേറെ, കർട്ടൻസ് വേറെ, അങ്ങനെ ഇപ്പൊ സർജിക്കൽ അവിടെ നിന്ന് കൊണ്ടുവരുന്ന അങ്ങനെയുള്ള ഡ്രസ്സുകൾ വേറെ, അങ്ങനെ ഓരോന്നിനെയും സെപ്പറേറ്റ് ചെയ്യും. ഒന്നാമത്തെ സ്റ്റെപ്പ് കിട്ടിയോ? എന്താണ്? സോർട്ടിങ്. SORTING. സോർട്ടിങ് എന്ന് പറഞ്ഞ എന്താ? അടക്കുക. അതായത് ഈ യൂസ്ഡ് ലിനൻ എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ച തുണി, പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കളക്ട് ചെയ്യുന്ന തുണിത്തരങ്ങളെ എന്ത് ചെയ്യുന്നു? അതിനെ നമ്മളത് സെപ്പറേറ്റ് ചെയ്യും. ഇനി ലിനൻ stained with body fluid should be kept separately. ബ്രാക്കറ്റിൽ കൊടുത്തേക്കണോക്കെ, ലിനൻ stained with body fluids. ഇനി നമ്മുടെ സർജിക്കൽ, ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നൊക്കെ കളക്ട് ചെയ്തൊക്കെ ആണെങ്കിൽ അതിന് ചിലപ്പോ എന്താ ബ്ലഡിന്റെ അംശങ്ങളൊക്കെ ഉണ്ടാവുക അല്ലെ? അങ്ങനെയുള്ളത് നമ്മൾ വേറെ മാറ്റി വെക്കും. അത് ഈ കൂട്ടത്തിൽ കൂട്ടരുത്. ഉണ്ടാവും. Linen stained with body fluids should be kept separately. അതിനെ സെപ്പറേറ്റ് ചെയ്യണം. ഇനി അടുത്ത നോക്കിയേ, sluicing and disinfecting infected or stained linen after soaking 0.5% bleaching solution for 30 minutes. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. sluicing എന്ന് വെച്ചാൽ കഴുകുക, ഡിസിൻഫെക്റ്റിംഗ് എന്ന് വെച്ചാൽ എന്താ പറയാ, അണുനശീകരണം നടത്തുക. സ്ലൂസിങ് കഴുകുക, അരിക്കുക എന്നുള്ള ഒരു മീനിങ് ആട്ടോ ഇത്. സ്ലൂസിങ് ആൻഡ് ഡിസിൻഫെക്റ്റിംഗ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അത് പലതും സെപ്പറേറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് ആ തുണിത്തരങ്ങളെ ഇൻഫെക്റ്റഡ് ഓർ സ്റ്റെയിൻഡ് ലിനൻ ഡിസിൻഫെക്റ്റിംഗ് ചെയ്യും. അതായത് എന്താ പറയാ, നമ്മളും തുണികളൊക്കെ കഴുകാൻ എടുക്കുമ്പോ വല്ല കറിയൊക്കെ ഉണ്ടെങ്കിൽ ബ്ലീച്ചിലൊക്കെ ഇട്ട് വെക്കൂലേ? നമ്മളൊന്ന് വെക്കാറില്ലേ? തുണിയിലോ നല്ല പുതിയ ഡ്രസ്സായിരുന്നു, അതിൽ എന്തെങ്കിലും ആ കറ പറ്റി നമ്മൾ ഇച്ചിരി ബ്ലീച്ച് വെള്ളത്തിൽ ഇച്ചിരി നേരം സോക്ക് ചെയ്ത് വെക്കൂലേ? ആ കറ പോകാൻ വേണ്ടിയല്ലേ? അതുപോലെ തന്നെ ഇങ്ങനെ എന്തെങ്കിലും ഉള്ള തുണിത്തരങ്ങളാണെങ്കിൽ എന്ത് ചെയ്യുന്നു? അവിടെ എന്ത് ചെയ്യുന്നു നോക്കി, സോക്ക് ചെയ്യാന്ന് വെച്ചാൽ മുക്കി വെക്കുക. എങ്ങനെ? 0.5% ബ്ലീച്ചിങ് സൊല്യൂഷൻ. എത്ര സമയം മുക്കി വെക്കാതെ? 30 minutes. 30 മിനിറ്റ് ആ ബ്ലീച്ചിൽ കുതിർത്തി വെക്കും. എന്നിട്ട്
should be എന്നിട്ട് എന്ത് ചെയ്യുന്നു should be washed with water and detergent before washing. എന്നിട്ട് നമ്മൾ അത് മുക്കി വെച്ച് അതുപോലെ തന്നെ പിന്നെ മെഷീനിലേക്ക് ഇടുകയല്ല ചെയ്യുന്നത്. അപ്പൊ അതിൽ ആ ബ്ലീച്ചിന്റെ അംശമൊക്കെ ഉണ്ടാവില്ലേ, അത് എന്ത് ചെയ്യുന്നു വാട്ടറും ഡിറ്റർജന്റ്സും ഒക്കെ ഉപയോഗിച്ചിട്ട് അതൊന്ന് കഴുകും. വാഷിങ്ങിന് മുന്നേ അത് കഴുകും. കണ്ടോ, should be washed with the water and the detergent before washing. അപ്പൊ ആ ബ്ലീച്ചിന്റെ ഇത് പോകാൻ വേണ്ടി, അല്ലാതെ നേരെ ബ്ലീച്ചിങ് എടുത്ത് വാഷിംഗ് മെഷീനിലേക്ക് ഇടുകയല്ല ചെയ്യണത്. എന്താ, ബ്ലീച്ചിങ് 30 മിനിറ്റ് 0.5% ബ്ലീച്ചിങ് സൊല്യൂഷനിൽ മുക്കി വെക്കും. അതിനുശേഷം അത് എടുത്തിട്ട് വാട്ടറും ഡിറ്റർജന്റും ഒക്കെ ഉപയോഗിച്ച് കഴുകുന്നു. അതിനുശേഷമാണ് വാഷ് ചെയ്യാൻ പോകുന്നത്, അതിലേക്ക് കൊടുക്കുന്നത്, മെഷീനിലേക്ക് ഇടുന്നത്. The soiled linen should be bundled and entry should be made. ഈ soiled linen should be bundled. എന്നിട്ട് അതിനെ എന്താ പറഞ്ഞേക്കണേ, അതിന് പ്രത്യേകം ഇതാക്കി വെക്കുന്നു. മലിനമായിട്ടുള്ള തുണിത്തരങ്ങളെ പ്രത്യേകം കണക്കാക്കി അത് കൈമാറണം. അതിനെ അങ്ങനെയുള്ള തുണികളെ വേറെ മറ്റതിന്റെ കൂടെ ഇടാതെ പ്രത്യേകം അതിനെ എന്ത് ചെയ്യണം, ഹാൻഡ് ഓവർ ചെയ്യണം. The infected linen should be accounted for and handed over separately. കണ്ടോ, നമുക്ക് അപ്പൊ 2 തരത്തിലുള്ള ടൈപ്പ് ഓഫ് ലിനൻ പറയുന്നുണ്ട്. സോയിൽഡ് എന്ന് പറഞ്ഞാൽ മലിനമായ തുണിത്തരങ്ങള്, അതിനെ എന്താണ് ഒന്ന് ബണ്ടിൽഡ് ആക്കി അതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. ഇനി ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് പറഞ്ഞ ഇൻഫെക്ഷൻ ഉള്ള ആളുകളില്ലേ, അവരിൽ നിന്ന് കളക്ട് ചെയ്തേക്കുന്ന മലിനമായത് മാത്രമല്ല, അതിന് ഇൻഫെക്ഷൻ ഉണ്ട്, മൈക്രോബ്സ് ഉണ്ട്. അങ്ങനെയുള്ള ലിനൻ എന്ത് ചെയ്യുന്നു, അതിനെ പ്രത്യേകം കണക്കാക്കിയിട്ട് നമ്മൾ കൈമാറണം. അതായത് ഈ സോയിലില് മലിനമായിട്ടുള്ള തുണികളുടെ കൂട്ടത്തില് ഇൻഫെക്റ്റഡ് ലിനന് അത് കൂട്ടരുത്. മനസ്സിലായി? അവിടെ പഠിക്കണ്ട കേട്ടോ, പല ടൈപ്പ് നമ്മൾ പഠിക്കാനുണ്ട്. യൂസ്ഡ് ലിനൻ, സോയിൽഡ് ലിനൻ, ഇൻഫെക്റ്റഡ് ലിനൻ, ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്ത തിയേറ്റർ ലിനൻ, അങ്ങനെ പഠിക്കാണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി അവിടെ ക്ലിയർ ആവും. അത് 2 വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കുക. സോയിൽഡ് ലിനൻ എന്ന് പറഞ്ഞാൽ മലിനമായ തുണിത്തരങ്ങൾ. ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ ഉള്ള ആളുകളില്ലേ, മലിനം ഒന്നും അല്ല അത് പറയുന്നത്, ഇൻഫെക്റ്റഡ് ആണ്. അതായത് ഇൻഫെക്ഷൻ ഉള്ള ആളുകളിൽ നിന്നും കളക്ട് ചെയ്തിട്ടുള്ള തുണികളാണ്. അതിന് പ്രത്യേകമാണ് ഒരുമിച്ച് കൊടുക്കുകയല്ല ചെയ്തത്, അതിന് പ്രത്യേകമാണ് കൈമാറുന്നത്. ക്ലിയർ ആയോ അതിനകത്ത്? 3.5% ബ്ലീച്ചിങ് സൊല്യൂഷനിൽ 30 മിനിറ്റ് കുതിർത്തി അത് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം എടുക്കുന്നു, അവിടെ സോപ്പും വാട്ടറൊക്കെ ഉപയോഗിച്ച് കഴുകുന്നു. അതിനുശേഷമാണ് വാഷിങ്ങിലേക്ക് പോകുന്നത്. അപ്പൊ അവിടെ എന്താ ചെയ്യുന്നത്, സോയിൽഡ് ലിനൻ വേറെ, ഇൻഫെക്റ്റഡ് ലിനൻ വേറെ, അതിനെ സെപ്പറേറ്റ് ചെയ്ത് ബണ്ടിലാക്കിയിട്ടാണ് അത് അങ്ങോട്ടേക്ക് കൊടുക്കുന്നത്. ഇനി അടുത്ത് നോക്കി, 3ാമത്തെ സ്റ്റെപ്പ് എന്താ, വാഷിംഗ്, എക്സ്ട്രാക്റ്റിംഗ്, കണ്ടീഷനിങ്, അയണിങ്. വാഷിംഗ് വെച്ചാൽ എന്താ, വാഷിംഗ് കഴുകുന്നു. എക്സ്ട്രാക്റ്റിംഗ് എന്ന് വെച്ചാൽ എന്താ, വേർതിരിക്കുന്നു. കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ തുണിയൊക്കെ അലക്കിയിട്ട് നമ്മുടെ സ്റ്റിഫായിരിക്കാനായിട്ട് എന്തെങ്കിലും മുക്കൂലേ, സ്റ്റിഫ് ആൻഡ് ഷൈൻ, പശയിലൊക്കെ മുക്കൂലേ നമ്മള്, അതാണ് കണ്ടീഷനിങ് എന്ന് പറഞ്ഞത്, സ്റ്റിഫായിരിക്കാനായിട്ട് കേട്ടോ. അപ്പൊ അതിനുശേഷം 3ാമത്തെ സ്റ്റെപ്പായിട്ട് എന്താ പറഞ്ഞേക്കണേ, വാഷ് ചെയ്യും, അതിനെ വേർതിരിക്കും, എന്നിട്ട് അത് സ്റ്റിഫായിരിക്കാൻ വേണ്ടി നമ്മളത് അതില് പശ അല്ലെങ്കിൽ എന്തെങ്കിലും വെക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, അയൺ ചെയ്യുന്നു, തേക്കുന്നു. The linen should be washed, taken out, conditioned and ironed by laundry staff. Laundry staff ആ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ അല്ലെ, അവരെന്ത് ചെയ്യുന്നു, നേരെ അത് വാഷ് ചെയ്തിട്ട് എന്ത് ചെയ്തു, അതിനെ വേർതിരിച്ച് കണ്ടീഷനിങ്, സ്റ്റിഫ് ആൻഡ് ഷൈനിലോ അല്ലെങ്കിൽ അത് സ്റ്റിഫ് ആയിരിക്കാൻ വേണ്ടി പശയിൽ എന്തെങ്കിലും വെക്കുന്നു, എന്നിട്ട് അയൺ ചെയ്ത് തേക്കുന്നു. The infected linen should be washed separately. അവിടെ വീണ്ടും പറയുന്നത്, ഇൻഫെക്റ്റഡ് ലിനൻ ഈ സോയിൽഡ് ലിനന്റെ കൂട്ടത്തിൽ ഇടാൻ പാടില്ല. അതിന് ഇത് പ്രത്യേകം, അതിനെ വേറെ തരംതിരിച്ചിട്ട് അതിനെ വേറെ ഇതാക്കിയിട്ടാണ് അലക്കുന്നത് അല്ലെ. നമ്മുടെ വീട്ടില് ഇതുപോലെ തന്നെ അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നത്, അവർക്കുടെ ഡ്രസ്സ് മാത്രം നമ്മൾ വേറെ കഴുകൂലേ, നമ്മുടെ എല്ലാവർക്കുടെയും ഡ്രസ്സിന്റെ കൂട്ടത്തിൽ കൂട്ടോ ഇല്ല അല്ലെ. അതാണെന്ന് വെച്ചാൽ അത് നമ്മുടെ ഇതിൽ കൂടി അതിലേക്ക് ഇൻഫെക്ഷൻ വരാം. അതുപോലെ തന്നെ ഇവിടെ ഇൻഫെക്റ്റഡ് ലിനന്റെ കാര്യത്തില് പ്രത്യേകം അത് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് വാഷ് ചെയ്യുന്നത് കേട്ടോ. വാഷ് സെപ്പറേറ്റ് ചെയ്തിട്ട് അത് വേറെ വാഷ് ചെയ്യും. ക്ലിയർ ആയോ ആ പോയിന്റ്സ്?
മൂന്നാമത്തെ നമ്മൾ ഇനി ആ സൈക്കിൾ ഒന്നോടെ പറയുന്നുണ്ട് കേട്ടോ അവിടെ. അടുത്ത് നോക്കിയ പ്രസ്സിങ് ആൻഡ് ഫോൾഡിങ്. പ്രസ് ചെയ്യും എന്ന് വെച്ചാൽ എല്ലാരും ഒന്ന് ഇതാക്കി വെക്കും, അടക്കി അടുക്കി, എന്നിട്ട് ഫോൾഡ് ചെയ്യുന്നു. അത് ഒരുമിച്ച് അവിടെ കൊടുത്തേക്കണം കേട്ടോ. ഫോൾഡിങ് എന്ന് വെച്ചാൽ മടക്കി വെക്കും. പ്രസ്സിങ് ആൻഡ് ഫോൾഡിങ്. The pressed and folded clean linen should be stored in dry place on a rack. എന്നിട്ട് അപ്പൊ അത് എന്ത് ചെയ്യുന്നു, അയണൊക്കെ ചെയ്ത് അത് ഓരോന്നും മടക്കി അത് പ്രസ് ചെയ്ത് മടക്കി അത് ഒരു ക്ലീൻ റാക്കില് അത് അവിടെ പ്ലേസ് ചെയ്യും, സ്റ്റോർ ചെയ്യും. Clean linen should be shifted, transported on clean trolley into various area. അപ്പൊ അങ്ങനെ തുണി മൊത്തം ക്ലീൻ ആയി പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്തു. ഇനി അത് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ മറ്റുള്ള ഏരിയയിലേക്ക് കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കണം. അപ്പൊ ആ ട്രോളിയും എങ്ങനെയായിരിക്കണം, ക്ലീൻ ട്രോളി ആയിരിക്കണം. ഇനി അത് നമ്മൾ അലക്കി ഇത്രയും ഇതൊക്കെ പ്രോസസ് നടത്തി കൊണ്ടുവരുന്ന ഒരു ചീത്ത ട്രോളിയിലേക്ക് അല്ലെ, എന്തെങ്കിലും സോയിലായിട്ടുള്ള അഴുക്കുള്ള അല്ലെ അങ്ങനെ എന്തെങ്കിലും ട്രോളിയിലേക്ക് കൊണ്ടുവന്ന അലക്കിയ ഡ്രസ്സ് കൊണ്ടെന്ന് വെച്ചാൽ അതിലേക്ക് വീണ്ടും മലിനമാകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എടുക്കുന്ന ട്രോളിയും നല്ലതായിരിക്കണം, ക്ലീൻ ട്രോളി ആയിരിക്കണം. അതിലേക്ക് ആ ക്ലീൻ ട്രോളിയിലേക്ക് ക്ലീൻ ചെയ്ത തുണിത്തരങ്ങള് ഷിഫ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അവര് എന്ത് ചെയ്യുന്നു, വേരിയസ് ഏരിയയിലേക്ക്, പല ഏരിയയിലേക്ക് കൊടുക്കുന്നു. നോക്കിയേ, പ്രോസസിങ് സോയിൽഡ് ലിനൻ. ആദ്യം നമ്മൾ ഏതാ പറഞ്ഞ, സോർട്ടിങ്. ആദ്യം അതിനെ സോർട്ട് ചെയ്യും, ഓരോന്നിനെ അടക്കും, സെപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, സ്ലൂസിങ് ആൻഡ് ഡിസിൻഫെക്റ്റിംഗ്. ഡിസിൻഫെക്ഷൻ നടത്തും. നമ്മൾ പറയില്ലേ 0.3% ബ്ലീച്ചിങ്ങിന് 30 മിനിറ്റ്. എന്നിട്ട് അത് എന്ത് ചെയ്യും, വാഷ് ചെയ്യും. എന്നിട്ട് അതിനെ എക്സ്ട്രാക്ട് ചെയ്യും, വേർതിരിച്ചെടുക്കുന്നു. എന്നിട്ട് അത് കണ്ടീഷനിങ് ചെയ്യും അല്ലെ, സ്റ്റിഫ് ആൻഡ് ഷൈൻ ഒക്കെ മുക്കും നമ്മൾ സ്റ്റിഫ് ആയിരിക്കാൻ. എന്നിട്ട് അതിനെ അയൺ ചെയ്യും. എന്നിട്ട് പ്രസ്സിങ് ആൻഡ് ഫോൾഡിങ് ചെയ്യും. ഇതിന്റെ ആ ഒരു ഇത് പഠിച്ചു വെക്കണം കേട്ടോ. അതിന്റെ ആ ഓർഡർ തരാം. എന്നിട്ട് അതിൽ ഏതെങ്കിലും തെറ്റിച്ചൊക്കെ റീഅറേഞ്ച് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് കറക്റ്റ് ഓർഡർ ഏതാണൊക്കെ ചോദിച്ചുകൊണ്ട് അത് തരാം. അതൊന്ന് നോക്കി പെട്ടെന്ന്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അത് കറക്റ്റ് ഓർഡർ ചെയ്യാനും അറിയാലോ. നിങ്ങൾ അവൻ ആ ഒരു ഓർഡർ അങ്ങോട്ട് പഠിച്ചു വെച്ചാല് നമ്മുടെ വീട്ടിൽ ചെയ്യൂലേ, അതേ ആ രീതിയിലല്ല, ആ ഒരു ഓർഡർ തന്നെയാ വേണ്ടത്. ആദ്യം വേർതിരിക്കും, നമ്മൾ പറഞ്ഞില്ലേ, ഒരുമിച്ച് തുണി കൂട്ടൂല, വേർതിരിക്കും. അതിനെ ഡിസിൻഫെക്റ്റ് വല്ല കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബ്ലീച്ചിങ് ഉപയോഗിക്കും. എന്നിട്ട് അതെടുത്ത് നേരെ ബ്ലീച്ചിങ് എടുത്ത് നേരെ വാഷ് ചെയ്യും. എന്നിട്ട് അതിനെ വേർതിരിക്കും. അതിനെ എന്നിട്ട് എന്താ പറയാ, കണ്ടീഷനിങ്, സ്റ്റിഫ് ഒക്കെ ആവാനായിട്ട് കണ്ടീഷനിങ് നടത്തും, പിന്നെ അയണിങ് നടത്തും, തേക്കും, എന്നിട്ട് പ്രസ്സിങ് ആൻഡ് ഫോൾഡിങ്. ഓക്കെ, ഇനി അടുത്ത് നോക്കി ഇത് ചോദിക്കാറുണ്ട് കേട്ടോ എക്സാമിന്. കോമൺലി യൂസ്ഡ് എക്യുപ്മെന്റ്സ് ഇൻ എ ടിപ്പിക്കൽ ലോണ്ടറി. ഒരു ലോണ്ടറി സർവീസ് അവിടെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന, കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ ഏതെല്ലാം എക്യുപ്മെന്റ്സ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്? ഓക്കെ, commonly used equipments in a typical laundry. ഏതൊക്കെ equipments ആ? വാഷിംഗ് മെഷീൻ, ഹാൻഡ് ഡ്രയർ, ഡ്രയർ, ഡിസ്ട്രിബ്യൂഷൻ ട്രോളി, എയർ കംപ്രസർ, സീയിങ് മെഷീൻ. തയ്ക്കണ്ടേ? ഇനി എന്തെങ്കിലും കീറിയതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ കഴുകി കൊടുക്കാൻ പറ്റൂല. അതെന്താ, സ്റ്റിച്ച് ചെയ്യണം അല്ലെ, തയ്ക്കണം. അതിനുള്ള സീയിങ് മെഷീൻ എക്സെട്ര ആർ some of the commonly used equipment in a laundry. എക്സാമിന് ചോദിക്കാറുണ്ട്, പേരുകൾ മാത്രം ഒന്ന് നോക്കി വെക്കുക കേട്ടോ. എന്താന്നോ ഏതൊന്നും ചോദിക്കില്ല. നിങ്ങൾ ഏതൊക്കെ മെഷീൻസ് ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് പേര് നോക്കുക. വാഷിംഗ് മെഷീൻ വേണം, ഹാൻഡ് അയൺ വേണം, ഡ്രയർ വേണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ട്രോളി വേണം, എയർ കംപ്രസർ വേണം, സീയിങ് മെഷീൻ തയ്ക്കാനൊക്കെ ഉള്ള സീയിങ് മെഷീൻ വേണം. പേരുകൾ നോട്ട് ചെയ്യാം. ഇനി നോക്കിയ സോയിൽഡ് ഓർ കണ്ടാമിനേറ്റഡ് ലോണ്ടറി. സോയിൽഡ് എന്ന് പറഞ്ഞാൽ എന്താ, മലിനമായിട്ടുള്ള തുണികൾ. അതായത് ഒരു പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ചില്ലേ, പേഷ്യൻസ് ഉപയോഗിച്ച തുണിത്തരങ്ങളാണ് സോയിൽഡ് ലിനൻ എന്ന് പറയുന്നത് കേട്ടോ. ഇൻഫെക്ഷൻ ഉള്ള പേഷ്യന്റ് വേണ്ട, പേഷ്യൻസ് ഉപയോഗിച്ച. അപ്പൊ പ്രത്യക്ഷത്തിന് നമ്മൾ നോക്കുമ്പോൾ അധികം ഇതൊന്നും ഉണ്ടാവില്ല, അങ്ങനെയുള്ളത് കേട്ടോ. പേഷ്യൻസ് ഉപയോഗിച്ച തുണിത്തരങ്ങള്. Soiled or contaminated laundry handling is very vital for safety and well-being of the patients and staff. അല്ലേ?
അതായത് ഇങ്ങനെയുള്ള ലോണ്ടറി തുണിത്തരങ്ങള് കൈകാര്യം ചെയ്യുക എന്നുള്ളത് വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, അത് സ്റ്റാഫുകളൊക്കെ ആണെങ്കിൽ നേക്കഡ് ആയിട്ടുള്ള കൈകൊണ്ടൊന്നും കൊണ്ട് എടുക്കാൻ പാടില്ല. അതിൻ്റെതായ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് PPE പോലുള്ള കാര്യങ്ങൾ ധരിക്കണം എന്ന് പറഞ്ഞു. അത് ആരുടെ ഈ പേഷ്യൻസിന്റെയും സ്റ്റാഫിന്റെയും ക്ഷേമത്തിനും സേഫ്റ്റിക്കും എന്താ ഈ ഒരു സോയിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ലോണ്ടറി കൈകാര്യം ചെയ്യുക എന്നുള്ളത് വളരെ പ്രാധാന്യമുണ്ട്. അതിൻ്റെതായ ഇമ്പോർട്ടൻസിന് വേണം അത് കൈകാര്യം ചെയ്യാൻ. അല്ലെങ്കിൽ അവർക്ക് എന്താ ഇൻഫെക്ഷൻ കാര്യങ്ങളും അല്ലേ, അല്ലെങ്കിൽ അവർക്ക് എന്താ പ്രോപ്പർ നല്ല ക്വാളിറ്റിയിലൊക്കെ ചെയ്തില്ലെങ്കിൽ എന്താ അവർക്ക് രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് കൈകാര്യം ചെയ്യുന്നത് വളരെയധികം പ്രാധാന്യമുണ്ടെന്നാ പറയണത്. കണ്ടോ, സോയിൽഡ് ഓർ കണ്ടാമിനേറ്റഡ് ലോണ്ടറി ഹാൻഡ്ലിംഗ് ഈസ് വെരി വൈറ്റൽ. വൈറ്റൽ എന്ന് പറഞ്ഞാൽ സുപ്രധാനമാണ്. എന്തിനു വേണ്ടി? ഫോർ സേഫ്റ്റി ആൻഡ് വെൽബീയിങ് ഓഫ് ദ പേഷ്യന്റ് ആൻഡ് സ്റ്റാഫ്. സ്റ്റാഫിന്റെയും പേഷ്യൻസിന്റെയും സുരക്ഷയ്ക്കും ക്ഷേമത്തിനു വേണ്ടി നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യണം. Linen that comes in contact with the workers or individual can become contaminated with the injurious microorganisms and body fluid. നമ്മൾ പറഞ്ഞതൊക്കെ തന്നെയാ വന്നത്. Linen come in contact with the workers and or individual can be contaminated. അല്ലെ, അതായത് അതിനകത്ത് എന്തുണ്ടാവാം? നമ്മൾ ഈ തുണിത്തരങ്ങളില് അതിനകത്ത് അവരുടെ എന്തെങ്കിലും ബ്ലഡോ യൂറിനോ അങ്ങനെ എന്തെങ്കിലും ബോഡി ഫ്ലൂയിഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറീസ് മൈക്രോ ഓർഗാനിസംസോ അതൊക്കെ ഉണ്ടാകാം അല്ലെ. അതുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതാണ് ആ മലിനമായിട്ടുള്ള തുണികൾ എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ എന്ത് ധരിക്കണം എന്നാ പറഞ്ഞത്? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് PPE ധരിക്കണം. The personal protective equipment must be worn when infection is handling. The infected linen അല്ലെങ്കിൽ സോയിൽഡ് ലിനൻ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ PPE ധരിക്കണം. Then all infected linen must be washed separately to other item. അത് വീണ്ടും അത് തന്നെ പറഞ്ഞേക്കണേ. എന്താ? എല്ലാ ഇൻഫെക്ഷൻ ലിനനും എങ്ങനെ വേണം വാഷ് ചെയ്യാനായിട്ട്? ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് മറ്റുള്ള തുണിത്തരങ്ങളുടെ കൂട്ടത്തില് കൂട്ടിയിട്ട് വാഷ് ചെയ്യാൻ പാടില്ല. ഓക്കെ, പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ്. ഇനി ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോണ്ടറി കളക്ടേഡ്? പലതരത്തിലുള്ള ലോണ്ടറി 4 പേരുകൾ ആദ്യം പഠിച്ചു വെക്കാം. യൂസ്ഡ് ലിനൻ ഉണ്ട്, സോയിൽഡ് ലിനൻ ഉണ്ട്, ഇൻഫെക്റ്റഡ് ലിനൻ ഉണ്ട്, തിയേറ്റർ ലിനൻ ഉണ്ട്. ഏതൊക്കെയാ 4 ടൈപ്പ് ലോണ്ടറി? Different types of laundry collected or different types of linen. ഏതാ നമ്മൾ അലക്കാൻ വേണ്ടിയിട്ട് കളക്ട് ചെയ്യുന്ന പലതരത്തിലുള്ള തുണിത്തരങ്ങൾ ഏതൊക്കെയാണ്? ഹോസ്പിറ്റലിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലിനൻ ഏതൊക്കെയാണ്? യൂസ്ഡ് ലിനൻ, ഉപയോഗിച്ച തുണികള്. രണ്ടാമത്തെ സോയിൽഡ് ലിനൻ, സോയിൽഡ് മലിനമായിട്ടുള്ള തുണികള്. ഇൻഫെക്റ്റഡ് ലിനൻ, ഇൻഫെക്ഷൻ ഉള്ള തുണിത്തരങ്ങള്. തിയേറ്റർ ലിനൻ, തിയേറ്റർ ലിനൻ എന്ന് പറഞ്ഞാൽ ഏതാ? ഓപ്പറേഷൻ തിയേറ്റർ ഇല്ലേ, അവിടെ ഉപയോഗിച്ചിട്ടുള്ള തുണിത്തരങ്ങൾ. ഫസ്റ്റ് നോക്കിയേ, സോയിൽഡ് ലിനൻ എന്ന് പറഞ്ഞാൽ ദിസ് ടൈപ്പ് ഓഫ് ലിനൻ ഹാസ് ബീൻ യൂസ്ഡ് ഇൻ പേഷ്യന്റ് കെയർ ബട്ട് ഈസ് നോട്ട് അപ്പാരന്റ്ലി ചേഞ്ച്. അപ്പാരന്റ്ലി എന്ന് പറഞ്ഞാൽ അപ്പിയർലി എന്നുള്ളതാണ്. പ്രത്യക്ഷത്തില് അത് മലിനമല്ല. അതായത് എന്താ പറയാ, നമുക്കത് നേരിട്ട് നമുക്ക് കണ്ടു കഴിഞ്ഞാല് നമുക്ക് എന്താ മലിനമല്ല. പക്ഷെ പേഷ്യൻസ് ഉപയോഗിച്ചതാ വേറെ ബ്ലഡിന്റെ അംശമോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ എന്താ പറയാ ഈ എന്തെങ്കിലും ഇൻഫെക്ഷനോ അത് അങ്ങനെയുള്ളതൊന്നുമില്ല. പേഷ്യൻസ് ഉപയോഗിച്ചു പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ മലിനമല്ല. അതാണ് യൂസ്ഡ് ലിനൻ എന്ന് പറയുന്നത്. ഡാഷ് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ലിനൻ, അങ്ങനെ തന്നെ ചോദിക്കാം കേട്ടോ. ഏത് ടൈപ്പ് ആണെന്ന് ചോദിക്കാം. ഡാഷ് ടൈപ്പ് ഓഫ് ലിനൻ ഹാസ് ബീൻ യൂസ്ഡ് ഇൻ പേഷ്യന്റ് കെയർ. രോഗി പരിചരണത്തില് അല്ലെങ്കിൽ പേഷ്യൻസ് ഉപയോഗിച്ചതാ, അത് പ്രത്യക്ഷത്തില് മലിനമല്ല. ഏത് ടൈപ്പാ? ഏത് ടൈപ്പ് തുണിയത്? യൂസ്ഡ് ലിനൻ. പേഷ്യൻസ് ഉപയോഗിച്ചതാന്ന് പറയുമ്പോ തന്നെ അറിയാലോ, യൂസ്ഡ് ലിനൻ, ഉപയോഗിച്ച തുണിത്തരങ്ങള്. അതായത് നേരെ നോക്കുമ്പോൾ, നമ്മൾ കണ്ണുകൊണ്ട് നേരെ നോക്കുമ്പോൾ അത് അധികം എന്താ മലിനമല്ല. ഇനി അടുത്തതാണ് സോയിൽഡ് ലിനൻ എന്ന് പറയുന്നത്. This type of linen has been contaminated or stained. മലിനമായതാണ്. They come in contact with the കണ്ടോ
ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ എന്തെങ്കിലും അവരുടെ സെക്രീഷൻസ് എക്സ്ക്രീഷൻസ് യൂറിനോ ഫീസസ് അങ്ങനെ എന്തെങ്കിലും വിസർജ്യ മാലിന്യങ്ങളോ അതുപോലെ തന്നെ എന്തെങ്കിലും നമ്മള് സെക്രീഷൻസ് അല്ലെ അത് അങ്ങനെ വേർപ്പോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കൊണ്ടൊക്കെ എന്താ മലിനമായിട്ടുള്ള തുണികളെയാണ് സോയിൽഡ് ലിനൻ എന്ന് പറയുന്നത്. അങ്ങനെ കണ്ടാവിലേക്ക് ഇപ്പൊ നമുക്ക് നേരെ കണ്ടാലോ ബ്ലഡിന്റെ അംശം ഉണ്ടെങ്കിൽ കണ്ടറിയാൻ പാടില്ലേ അല്ലെ? എന്തെങ്കിലും യൂറിൻ അതിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ കണ്ടറിയാൻ പാടില്ലേ അല്ലെ? അതാണ് സോയിൽഡ് ലിനൻ എന്ന് പറയുന്നത്. കണ്ടാമിനേറ്റഡ് ഓർ ടെയിൻഡ് മലിനമായതാണ്. ഏതുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതാണ്? ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ്, സെക്രീഷൻ, എക്സ്ക്രീഷൻസ് ഇതൊക്കെയായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ളതാണ് ഇത് സോയിൽഡ് ലിനൻ. രണ്ടെണ്ണം നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. യൂസ്ഡ് ലിനൻ പറഞ്ഞു, സോയിൽഡ് ലിനൻ പറഞ്ഞു. യൂസ്ഡ് ലിനൻ എന്ന് പറഞ്ഞ പേഷ്യന്റ് ഒരു പ്രാവശ്യം ഉപയോഗിച്ചതാണത്. പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ അതില് എന്തുണ്ടാവും? മലിനമല്ല. അതാണ് സോയിൽഡ് ലിനൻ എന്ന് പറഞ്ഞ എന്താണ്? നമ്മളത് സോയിൽഡ് എന്ന് പറഞ്ഞാൽ മലിനമായിട്ടുള്ളത്, അതായത് ഡയറക്റ്റ് ബ്ലഡിന്റെയോ ബോഡി ഫ്ലൂയിഡ്സോ എന്തെങ്കിലും എക്സ്ക്രീഷൻസ് സെക്രീഷൻസ് അതൊക്കെ ആയിട്ട് നേരിട്ട് സമ്പർക്കമുള്ളത് അങ്ങനെയുള്ള തുണികളാണ് സോയിൽഡ് ലിനൻ. രണ്ടും ക്ലിയർ ആയില്ലേ? ബാക്കിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഡേ ഉണ്ടല്ലോ, നാളെ ഇല്ലേ? ഇതിന്റെ കണ്ടിന്യൂഷൻ നാളെ. അത്രയൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഓക്കെ, ബൈ.